എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി എന്നറിയാം. സാധാരണ അത് ഉണ്ടാക്കുക നാട്ടുമാമ്പഴം വെച്ചിട്ടാണ്. നാട്ടുമാമ്പഴം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ മാമ്പഴം എടുത്തിട്ടുള്ളത്. രണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള നല്ല മധുരമുള്ള നന്നായി പഴുത്ത രണ്ട് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ. മഞ്ഞൾപ്പൊടി നമുക്ക് മാങ്ങ വേവിക്കുമ്പോൾ അത് ചേർത്തിട്ട് വേവിക്കാനുള്ളതാണ്. ബാക്കി 3 താളിക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണത്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത്. അധികം കാമ്പില്ലാത്ത തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത്. കാമ്പുള്ള തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 4 പച്ചമുളക് മതി. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങ നികക്കെ വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും, പറയാൻ വിട്ടുപോയ ഒരു ചേരുവയാണ് ഉപ്പ് കേട്ടോ. കറിക്ക് എന്തായാലും ഉപ്പ് വേണമല്ലോ, അതുകൊണ്ട് എല്ലാവരും ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ചട്ടിയിൽ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും 4 പച്ചമുളക് കീറിയതും ചേർത്ത് വെച്ചിട്ടുണ്ട്. നികക്കെ വെള്ളം ഒഴിക്കുക. ചെറിയ തീയിൽ വേവിക്കാൻ വെക്കുക, അല്ലെങ്കിൽ മാമ്പഴം അടുക്കി പിടിക്കും. അപ്പോൾ മാമ്പഴത്തിന് മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് 4 പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ചട്ടി ചെറിയ തീയിൽ അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ സമയം കൊണ്ട് നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ജീരകവും നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, മാമ്പഴം നന്നായി വെന്ത് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും ചേർന്ന് അരച്ചു കൊണ്ട് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് നല്ല മയത്തിൽ അരച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതെ നല്ല മയത്തിൽ അരച്ച ജീരകവും തേങ്ങയാണിത്. എന്നാൽ മാത്രമേ നല്ല മയത്തിൽ അരച്ചെടുത്താൽ മാത്രമേ കറി നല്ല കുറുകി കിട്ടുള്ളൂ, നല്ല കുറുകിയ ചാറോടെ കറി കിട്ടുള്ളൂ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് ഉപ്പ് നോക്കി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് നോക്കുക, അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം കുറച്ച് സമയം കൂടി. നന്നായിട്ട് അത്യാവശ്യം നന്നായി തിള വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ച തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് അതിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തൈരൊക്കെ ചേർത്ത് കറി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് താളിച്ച് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെറുതായി തിള വരുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കണ്ട, ഒരുപാട് തിളച്ചാൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ പതുക്കെ തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണത്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ താളിക്കാൻ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടിയാൽ ഉടനെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകും ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മുളക് പൊടി, എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. താളിച്ച് വെച്ച ചേരുവകളെല്ലാം നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.